ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇന്നലെ സന്തോഷമായൊരു ദിവസമായിരുന്നു. ഇന്നലെ ഞങ്ങൾ കൈനകരി ആറ്റിൽ ഞങ്ങൾ പള്ളാത്തിരിച്ച് വിന്നറായി. അപ്പോൾ ഞാൻ കളി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പോകുന്നതെന്ന് വെച്ചാൽ എനിക്കിന്ന് ഒരു കളിയുണ്ട്. അപ്പോൾ അത് കളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ട്രെയിൻ കയറി വേഗം പോകുന്നു. അപ്പോൾ വീട്ടിലെത്തിയത് മോൾക്ക് സന്തോഷമായിരിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ വന്ന് വരുമ്പോൾ രാത്രി എങ്ങനെ പോലെ ഒരു 11 മണി 12 മണി അതിൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോഴെങ്കിലും പൊന്നിട്ടൊക്കെ കിടന്നുറങ്ങായിരുന്നു അല്ലേ, കിടന്നുറങ്ങിയിരുന്നു. അപ്പോൾ ഇത് ഇന്ന് വീട്ടിലെ വിശേഷങ്ങളാട്ടാ. നമ്മുടെ നായ്ക്കുട്ടിയും പോത്തും പ്രാവും ഒക്കെ സന്തോഷമായിട്ടിരിക്കണ്ടാ ഗൈസ്. നമ്മളെ കുക്കി വലുതായി കേട്ടാ, കുക്കി കണ്ടാ, കുക്കി ഉഷാറായി കേട്ടാ, കുക്കി കുട്ടി. അപ്പോൾ നൈസി രണ്ടുപേരും ഞാൻ പോത്തിൻ്റെ അടുത്തേക്ക് ഒന്ന് പോകണം. പോത്തിനെ ഒന്നും കണ്ടിട്ടില്ല, ഒന്ന് കണ്ടിട്ട് വരാം. പോത്ത് കുഞ്ഞേ എങ്കിൽ അങ്ങെടുക്കുന്നു. അവിടെ തന്നെ വന്നപ്പോൾ എന്നെ കണ്ടപ്പോൾ എനിക്ക് നിന്നിട്ടാ ആടാ തലപൊക്കി നിൽക്കുന്ന ആള് ഞാൻ തന്നെ ആ സംസാരിക്കുന്നു ഞാൻ തന്നെ ഏട്ടാ. എന്ത് സ്നേഹട്ടാ. പൊന്നുട്ടിയും കേടി നോക്കുന്നു. പൊന്നുട്ടി കാറ്റാന്നേ എന്നാ അവനെ ഇട്ടിട്ടാ, അവനൊക്കെ ഒന്ന് ഉഷാറായിട്ടാള്. നല്ല കാറ്റായി കണ്ടത് ടാർപ്പായൊക്കെ പൊട്ടിയിട്ടാ. പിന്നെ ടാർപ്പായ കെട്ടണം. അതിന് നമ്മൾ പ്രാവിൻ്റെ അടുത്തേക്ക് വന്നിരിക്കട്ടാ. പ്രാവ് എങ്ങനെയുണ്ട് ഇപ്പം അല്ല നല്ല ഉഷാറോടെ നിൽക്കണത്. ഇനി കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്, നോക്കി നോക്കാം എന്താ എങ്ങനെയാണെന്ന്. ഇപ്പോൾ സുഹൃത്തുക്കൾ ഒരു കുഞ്ഞാണ്, ഇപ്പം അതിനെ വയ്യാണ്ടിരിക്കട്ടാ. മര്യാദയ്ക്ക് നോക്കില്ല ഞാൻ പണിയാണ്. ലവ് ബേഡൊക്കെ ഉഷാറായിരിക്കുന്നു, പ്രാവളൊക്കെ ഉഷാറായിരിക്കുന്നു. പിന്നെ ഇതിൽ 2 കുഞ്ഞുങ്ങൾ ചത്തെടുക്കണം ഗൈസ്. ഓ വല്ലാത്ത. ഞാൻ കഴിഞ്ഞ വട്ടം ക്യാമ്പിന് പോയപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. പ്രാവ് കുഞ്ഞുങ്ങൾ ചത്തു ഈ കൂട്ടിലത്തെ. പ്രാവളൊക്കെ ഉഷാർ തന്നെ ഉണ്ട് കേട്ടോ. മറ്റുള്ള എല്ലാവരും ഉഷാറായിട്ട് തന്നെ ഇരിക്കണ്ടേ പ്രാവളൊക്കെ. ബാ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ഈ മോളിൽ കയറി പ്രാവിനൊക്കെ നോക്കിയപ്പോൾ 2 പ്രാവും കുട്ടി ചത്തു. അപ്പോൾ ഭയങ്കര സങ്കടമായി. ഒരു 2-3 ദിവസമായി ചത്തെടുക്കണം. അത്രയും ജീർണിച്ചവർ. പിന്നെ പോത്ത് ഉഷാറായിട്ടുണ്ട്. അതുപോലെ നായക്കുട്ടിയൊക്കെ നല്ല സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ പ്രാവുംകുട്ടി അത്രയിൽ ഇത്തിരി വലിയ സങ്കടമായി. പിന്നെ ഇപ്പോൾ ഒരു പ്രാവുംകുട്ടിക്ക് വയ്യാണ്ടിരിക്കുക. അപ്പോൾ ബാക്കിയുള്ള തള്ളപ്രാവുകളെല്ലാവരും ഉഷാറാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ എത്തിയപ്പോൾ ഇങ്ങനെ ചില വിശേഷങ്ങൾ. അപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്. അപ്പം ഇനി നല്ല ഫാമിലി വീഡിയോകളായിട്ട് ഞാൻ എന്തായാലും വരുന്നതായിരിക്കും. ഇപ്പോൾ വെള്ളംകളി കഴിഞ്ഞ് അടുത്ത ശനിയാഴ്ച പാണ്ടനാടാണ് വെള്ളംകളി. അപ്പം ഇനി പാണ്ടനാട് എനിക്ക് ബോട്ട് അപകടം ഉണ്ടായ സ്ഥലമാണ്. അപ്പോൾ അത് കറക്റ്റ് ഒരു കൊല്ലമാണ് ചാമ്പ്യൻസ് ബോട്ട് ലീഗ് എത്തിയിട്ട്. അടുത്തൊരു കൊല്ലത്തിന് എൻ്റെ ഒരു കൊല്ലമായി ചാമ്പ്യൻസ് ബോട്ട് ലീഗിൽ ബോട്ട് അപകടം പറ്റിയിട്ട്. അപ്പോൾ അടുത്ത കളി പാണ്ടനാട് വെച്ചിട്ടുണ്ട്. അവിടെ എന്താണെന്നുള്ളത് അവിടെ കണ്ടറിയാം. നല്ല എന്തായാലും നല്ല പ്രാർത്ഥന അനുഗ്രഹം ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരിക്കണം. എന്തായാലും നല്ല കളിയായിട്ട് അടുത്ത എന്തായാലും വരുന്നതായിരിക്കും. എന്തായാലും കാരിച്ചാൽ എന്തായാലും അടുത്ത തുടർന്നുള്ള 4 കളിയും കപ്പടിക്കാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടുകൾ എന്തായാലും മുൻനിർത്തി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ദൈവം അനുഗ്രഹിച്ചാൽ കപ്പടിക്കും. ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും മുന്നേ. ബൈ.